കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കരാർ ശുചീകരണ തൊഴിലാളികൾ സമരത്തിൽ. ആളുകളെ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. 36 പേരിൽ നിന്ന് 13 പേരായി വെട്ടിക്കുറച്ചത് ജോലിഭാരം കൂട്ടിയെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. ഞങ്ങൾക്ക് സാലറി കൃത്യം എല്ലാ മാസവും റെഡിയായി കിട്ടണം. പിന്നെ സ്റ്റാഫുകൾ 24 പണിക്ക് തൊഴിലാളികൾ, ആ 24 ഒരാളെ പോലും കുറയ്ക്കാൻ പാടില്ല. ഡെയിലി 24 ആൾ തന്നെ ഇവിടെ പണിക്ക് വേണം. പിന്നെ ഞങ്ങൾ യൂണിഫോമിൻ്റെ കാര്യം, യൂണിഫോം 2 ജോഡി കിട്ടേണ്ടതാണ് ഞങ്ങൾക്ക്. അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒറ്റ പെനാൽറ്റി, സ്റ്റാഫുകളെ കുറയ്ക്കുന്നതനുസരിച്ച് ഇവിടെ പെനാൽറ്റി എന്ന് പറഞ്ഞിട്ട് 10 ദിവസം വീട്ടിൽ സ്റ്റാഫുകളെ ഇരുത്ത്, ഇതൊന്നും ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ഒരാൾക്ക് എടുക്കാൻ പറ്റിയ പണിയല്ല ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. 3 ആളെ പണിയൊക്കെ ഒരാൾക്ക് തന്നു കാണാൻ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? ഈ യാത്രക്കാരെ വക ചീത്ത വേറെ കേൾക്കും. കാരണം ബാത്റൂം വൃത്തിയില്ല. ഞങ്ങൾക്ക് ഇവിടെ A1 സ്റ്റേഷനായിട്ട് പ്രൈസൊക്കെ കിട്ടിയൊരു സ്റ്റേഷനാണ്. അത്രയും അവാർഡ് കിട്ടിയൊരു സ്റ്റേഷനാണ് ഞങ്ങളിവിടെ 56 ആളെടുത്തപ്പോൾ. ഇപ്പോൾ യാത്രക്കാർ വരൊക്കെ ചീത്ത വേറെയാണ്. വെയിറ്റിംഗ് റൂമിലും ബാത്റൂമിലും ഒന്നും വൃത്തിയില്ല. ഞങ്ങളോട് പറയാനുള്ള ഒരു സങ്കടം ഞങ്ങളോട് പറയുന്നുണ്ട്. പക്ഷെ അതും ഞങ്ങൾ കേൾക്കണം. HIമാരതും ഞങ്ങൾ കേൾക്കണം. ഇവരിങ്ങനെ പണി തയ്ച്ചും കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീട്ടിലിരുത്തുന്ന പണിഷ്മെൻറ്റ് അത് വേറെയും. ഞങ്ങൾ എന്തൊക്കെ സഹിക്കണം? വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നു. രമ്യ, ആ സ്ത്രീകൾ പറയുന്നത് വളരെ വളരെ ലോജിക്കലായി വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇത്രയും പേർ ജോലി ചെയ്തിരുന്നിടത്ത് ആളുകളെ വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ അവരുടെ ജോലി ഭാരം ഇരട്ടിക്കുകയാണ്. ജോലി കൃത്യമായി വൃത്തിക്ക് ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇവിടെ ശുചീകരണ തൊഴിലാളികളെ വെട്ടിക്കുറച്ചിരിക്കുന്നത് ആരാണ്? എന്താണ് അതിൻ്റെ കാരണം? ലക്ഷ്മി പത്മ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രാവെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ ക്ലീൻ ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികളാണ് ഇന്നിപ്പോൾ ഈ ഒരു സമരവുമായി എത്തിയിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ശുചീകരണ തൊഴിലാളികളെല്ലാം ഇവിടെയുണ്ട്. അതായത് ഇവരെ 5 മാസം മുൻപ് ഈ കരാറിലെടുക്കുമ്പോൾ 55 പേർ, 54ഓളം പേരുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇവരെ വെട്ടിക്കുറയ്ക്കുകയുണ്ടായത്. അതായത് 36 ആക്കി, 36-ൽ നിന്നും വീണ്ടും വെട്ടിക്കുറച്ച് 13-ലേക്ക് മാറ്റി. അപ്പോൾ ഇത്തരത്തിൽ ഇവർക്ക് ജോലി ഭാരം ഇതിൽ കൂടുന്നു. അതുപോലെ തന്നെ 8 മണിക്കൂറാണ് ഇവരുടെ ജോലി. 3 പേർ ചെയ്യേണ്ട ജോലിയാണ് ഒരു ദിവസം ഇവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഇവർക്ക് ജോലി ഭാരം, ഈ ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ല തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും പരാതികളും ഇവർക്കുണ്ട്. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സമരവുമായി ഇവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളികളെല്ലാം ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ഇത്തരത്തിലൊരു സമരം നടത്തുന്നത്. നമുക്ക് ഇവരിൽ തന്നെ, കാരണം കൃത്യമായി പറയുന്നതെല്ലാം ഇവർ ശരിയായ കാരണങ്ങളാണ്. കാരണം ജോലി ഭാരം കൂടുതലാണ്, അതുപോലെ തന്നെ ശമ്പളം കൃത്യമല്ല തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഇവർ നമ്മളോട് പറയുന്നുണ്ട്. നമുക്ക് ഇവരിൽ തന്നെ, കാരണം ഇവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണ്, എന്തൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങളെന്ന് ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേച്ചി, ഇപ്പോൾ നിങ്ങളിവിടെ സ്ട്രൈക്ക് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ശുചീകരണ തൊഴിലാളികളാണ്. എന്തൊക്കെയാണ് നിങ്ങളിവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ? ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് 24 ആൾ ഡ്യൂട്ടിക്ക് വേണം. പിന്നെ ഞങ്ങളെ ശമ്പളം കൃത്യമായിട്ട് കിട്ടണം. പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 4 ആൾ ചെയ്യുന്ന ജോലി ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുക. അത് ഈ 24 ആളെ കൂട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ജോലി ഭാരം കുറയുള്ളൂ. അതാണ് നമ്മളെ പ്രധാന കാരണം. പിന്നെ ശമ്പളം 12-ാം തീയതി കിട്ടുകയാണെങ്കിൽ അതും. നിങ്ങൾക്ക് ഒരു വേതനത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പരാതികളുണ്ട്? അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ടല്ല വേതനം കിട്ടുന്നതൊരു വിഷയം നിങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റെന്തൊക്കെയാണ് അതിലുള്ള പരാതികൾ? പിന്നെ ഞങ്ങൾക്ക് യൂണിഫോം 2 വർഷത്തിൽ 1 തന്നത്. അല്ലാതെ ഞങ്ങൾക്ക് എല്ലാ കോൺട്രാക്റ്റുകാരും ഇവിടെ തന്നത് ഒരു വർഷത്തിൽ 2 യൂണിഫോമും 2 കോട്ടും തന്നിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ല. അത് ഒരൊറ്റ യൂണിഫോമാണ് ഈ പ്രാവശ്യത്തെ കോൺട്രാക്റ്റിൽ ഞങ്ങൾക്ക് കിട്ടിയത്. അതാണ് ഈ 3 കാര്യമാണ് നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇന്നിപ്പോൾ ഈ ഒരു നിങ്ങൾ സമരം തുടങ്ങിയ ശേഷം ഇത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ സമരവുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ? സമരമായി മുന്നോട്ട് പോകുമ്പോൾ അവർ പറഞ്ഞത് നമുക്ക് 20 ആളെ തരാമെന്ന്, 20 ആളെ ഡ്യൂട്ടിക്ക് വെക്കാമെന്ന്. അപ്പം ഞങ്ങളിത് 24 ആൾ തന്നെ ഞങ്ങൾക്ക് വേണം. അവർ 20 ആളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്. എന്ന് മുതലാണ് ഇത്തരത്തിൽ ഇങ്ങനെ തൊഴിലാളികൾ, അതായത് നിങ്ങൾ 54ഓളം പേരായിട്ടല്ലേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനുശേഷമാണ് ഇത്തരത്തിൽ വെട്ടിക്കുറച്ച് വരുന്നത്. എന്ന് മുതലാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം തുടങ്ങിയത്? ഇവരെ കോൺട്രാക്റ്റിൽ 2 കൊല്ലമായി വന്നപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് വന്നതാണ്. ഇന്ന് ഡ്യൂട്ടിക്ക് കയറുന്നത് 13 ആൾ. അതാണ് ഞങ്ങൾക്ക് മെയിൻ പ്രശ്നം. ഇതിൽ നിങ്ങൾക്ക് വരുന്നത് 8 മണിക്കൂറാണ് ജോലി സമയം വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് അപ്പോൾ 3 പേരുടെ ജോലിയാണോ ഒരാൾ ചെയ്യേണ്ടി വരുന്നത്? അങ്ങനെയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ ഈ 1-ാം പ്ലാറ്റ്ഫോമിൽ 3 പേര് 7 to 5-ൻ്റെ ഒരാളും 2 6 to 2-ൻ്റെ, അത് ഞങ്ങൾക്കിപ്പോൾ ഒറ്റയ്ക്ക് ഒരാളാണ് എടുക്കുന്നത്.
അതാണ്. അത് ഞങ്ങൾക്ക് ജോലിഭാരം കൂടുതലല്ലേ. ഇവിടെ ട്രെയിനൊന്നും കുറയുന്നില്ലല്ലോ, ആളും കുറയുന്നില്ല. നമ്മളെ ഡ്യൂട്ടിക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതാണ് മെയിൻ പ്രശ്നം. ലക്ഷ്മി, ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ഇവർക്ക് ജോലി ഭാരം കൂടുതലാണ്. അതായത് 8 മണിക്കൂറാണ് ഇവർ ജോലി എടുക്കേണ്ടതെങ്കിൽ 3 പേരുടെ ജോലിയാണ് ഒരു തൊഴിലാളി ഒരു ദിവസം എടുക്കേണ്ടി വരും. ഈ 8 മണിക്കൂർ എടുക്കേണ്ടി വരുന്നത് അത് തീർച്ചയായും ഇവർക്ക് ജോലി ഭാരം കൂട്ടുക തന്നെയാണ്. മറ്റൊരു തൊഴിലാളി കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. ഇവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്ട്രൈക്കിലാവുന്നു. ഇപ്പോൾ എന്തായിരിക്കും? കാരണം അധികൃതരുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടൊരു നടപടി എടുത്താൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഈ നിലപാടിനോട്? കാരണം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നേടിത്തരണം എന്നുള്ളത് തന്നെയല്ലേ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. മുന്നോട്ട് പോണ തന്നെ ഞങ്ങൾ പറയുന്ന നിർബന്ധങ്ങൾ അവർ വഴങ്ങിയാൽ ഞങ്ങൾക്ക് അത് മതി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ശുചീകരണ തൊഴിലാളികൾ ഇപ്പോൾ സമരത്തിൽ ആയിരിക്കുന്നത്. ആളുകളെ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ്. വലിയ ജോലിഭാരമാണ് ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. അവരത് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഒട്ടും നീതിയല്ല അവരോട് ചെയ്യുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് രമ്യ ദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.